നമസ്കാരം ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വെള്ളാപ്പള്ളിയുടെ വിലക്ക്. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ നിർദ്ദേശം നൽകിയ സമ്മർദ്ദ ശക്തി ആരെന്ന് സംഘാടകർ പറയണമെന്ന് AK ആന്റണി. മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ മാത്രം ആ നിലയിൽ സംഘാടകരെ സമ്മർദ്ദം ചെലുത്തിയ ശക്തികൾ ആരാണ്? അത് സംഘാടകർ തുറന്നു പറയണം. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിന്റെ കാരണം ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്ന് വെള്ളാപ്പള്ളി. അദ്ദേഹം വരികയില്ല എന്നുള്ള ഉറപ്പാണ്. ഇതൊരു ചർച്ച മാധ്യമത്തിൻ്റെ ഇടയിലേക്കിട്ട് ഇന്നത്തെ രാത്രിയിലെ ചർച്ചയ്ക്ക് ഒരു വിഷയം ഉണ്ടാക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. വെള്ളാപ്പള്ളി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് RSS ശങ്കരനെ എന്ന് VS. പത്തനംതിട്ടയിലെ അടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ 8 സംഘം കെട്ടിയിട്ട് പീഡിപ്പിച്ചു. അയൽക്കാരായ 4 പേർ അറസ്റ്റിൽ, 7 പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ക്രൂരതയ്ക്കിരയായത് 9ലും 10ലും പഠിക്കുന്ന പെൺകുട്ടികൾ. സോള കമ്മീഷനെ വിമർശിച്ച ആഭ്യന്തരമന്ത്രി കൊലക്കേസ് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ആവശ്യമായ ജാഗ്രത കാട്ടിയില്ല. പ്രതി രക്ഷപ്പെട്ടാൽ ആര് സമാധാനം പറയും? പോലീസിന് വീഴ്ച പറ്റിയെന്ന കമ്മീഷൻ വിമർശനം രമേശ് ചെന്നിത്തല തള്ളി. സൈനികേതര ആവശ്യങ്ങൾക്കായുള്ള ആണവ കരാറിൽ ഇന്ത്യയും ജപ്പാനും ഒപ്പുവച്ചു. 98,000 കോടി രൂപയുടെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കും ധാരണ. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിനായി ഇന്ത്യയെ ജപ്പാൻ പിന്തുണയ്ക്കും. കോടതി റിപ്പോർട്ടിങ്ങിൽ മാധ്യമങ്ങൾക്ക് ജാഗ്രത വേണമെന്ന് ഗവർണർ. ഉത്തരവ് പൂർണ്ണമായി പഠിച്ചിട്ടേ റിപ്പോർട്ട് ചെയ്യാവൂ. കേസിലെ നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. മാധ്യമ വിചാരണയുണ്ടെന്ന് കരുതുന്നില്ല. ന്യൂസ് ടുഡേ തുടരുന്നു. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ചില കേന്ദ്രങ്ങൾക്ക് എതിർപ്പുണ്ടെന്നും അതുകൊണ്ട് മാറി നിൽക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഫോണിൽ അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതിയായ ദുഃഖമുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി എതിർപ്പുള്ള ചില കേന്ദ്രങ്ങൾ ഏതെന്ന് വെളിപ്പെടുത്താനും തയ്യാറായില്ല. ഡിസംബർ 15 കൊല്ലത്ത് നടക്കുന്ന ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ ഉദ്ഘാടകൻ പ്രധാനമന്ത്രിയും അധ്യക്ഷൻ മുഖ്യമന്ത്രിയുമായിരുന്നു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ചടങ്ങിന്റെ മുഖ്യ സംഘാടകനും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടെന്നും അതുകൊണ്ട് പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിന്ന് സഹായിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഫോണിൽ അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വാർത്താക്കുറിപ്പിലെ വിശദാംശങ്ങൾ ഇങ്ങനെ: പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതിയായ ദുഃഖമുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാൻ താൻ ബാധ്യസ്ഥനാണ്. കാരണം ആർ ശങ്കർ മുൻ മുഖ്യമന്ത്രിയും മുൻ KPCC അധ്യക്ഷനുമാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ തന്നെ ക്ഷണിച്ച സംഘാടകർ തന്നെ മറ്റൊരു നിലപാട് സ്വീകരിച്ചതിനാലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം പ്രധാനമന്ത്രിയെ അറിയിക്കും. 14-ാം തീയതി കൊച്ചി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വീകരിക്കാനെത്തുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ എഴുതി എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. അതേസമയം ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരീകരിച്ചു. വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി എനിക്ക് ആദരവുള്ളതാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇങ്ങനെ പ്രസ് റിലീസ് ഇറക്കിയെന്ന് പറഞ്ഞ് അത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ തന്നെയും അദ്ദേഹം വരികയില്ല എന്നുള്ള ഉറപ്പാണ്. ഇതൊരു ചർച്ച മാധ്യമത്തിൻ്റെ ഇടയിലേക്കിട്ട് ഇന്നത്തെ രാത്രിയിലെ ചർച്ചയ്ക്ക് ഒരു വിഷയം ഉണ്ടാക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് സവിനയം ഈ ചർച്ചയിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. എന്നാൽ എതിർപ്പുള്ള ചില കേന്ദ്രങ്ങൾ RSSും BJPയുമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കിയ വെള്ളാപ്പള്ളിയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. മുഖ്യമന്ത്രിയെ വിലക്കിയതിന് പിന്നിലെ സമ്മർദ്ദശക്തി ആരെന്ന് വ്യക്തമാക്കണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് RSS ശങ്കരനെയാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി അപമാനിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ AK ആന്റണി സമ്മർദ്ദം എവിടെ നിന്നാണെന്ന് സംഘാടകർ തുറന്നു പറയണമെന്നും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ മാത്രം ആ നിലയിൽ സംഘാടകരെ സമ്മർദ്ദം ചെലുത്തിയ ശക്തികൾ ആരാണ്? അത് സംഘാടകർ തുറന്നു പറയണം. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയത് ശരിയായില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയുടെ സമ്മർദ്ദം മൂലമാണോ ഇത് ഒഴിവാക്കിയത് എന്ന് വിശദീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതാണ്. ഏതായാലും അതൊരു ശരിയായ നടപടിയല്ല. വെള്ളാപ്പള്ളിയുടെ നടപടി കേരള ജനതയ്ക്ക് അപമാനമാണെന്ന്
KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് ഇതിന് പിന്നിലെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ഒഴിവാക്കിയത് R. ശങ്കറിനോടുള്ള അനാദരവാണെന്ന് KV തോമസ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയോട് വെള്ളാപ്പള്ളി ചെയ്തത് നീതികേടാണെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് RSS ശങ്കറിനെയാണെന്ന് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും പിന്നെ ഒഴിവാക്കുകയും ചെയ്തത് കേരള ജനതയ്ക്ക് അപമാനമാണെന്ന് VS പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം സംഭവം വിവാദമാക്കാനില്ലെന്ന് R. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ഈ സ്റ്റാച്യു ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫാദറിൻ്റെ ആണ്. എൻ്റെ അച്ഛൻ്റെ സ്റ്റാച്യു അൺവെയിൽ ചെയ്യുന്ന ഒരു ഇഷ്യൂവിന് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് CPI നേതാവ് C. ദിവാകരൻ MLA പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടത് തികഞ്ഞ മര്യാദയും സ്വാഭാവികതയുമാണെന്ന് പിണറായി വിജയൻ. അതിന് വിലക്ക് കൽപ്പിക്കുമ്പോൾ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ തയ്യാറാകാതെ കുമ്പിട്ട് നിന്ന് റാൻ മൂളുന്നത് ഭൂഷണമല്ലെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മോദിക്കും വെള്ളാപ്പള്ളിക്കും മുന്നിൽ മുട്ടുവിറക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. വിലക്കിയവരും വിലക്ക് തൊണ്ടത്തിടാതെ വിഴുങ്ങിയ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ അഭിമാനത്തെയാണ് അവഹേളിക്കുന്നത്. വിലക്ക് പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഫെഡറലിസത്തെ ചവിട്ടിമെതിക്കുന്ന നടപടിയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ നമ്മോടൊപ്പം MT രമേശ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദ മാസ്റ്റർ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ A. ഷുക്കൂർ, ആലപ്പുഴ DCC പ്രസിഡന്റ് MM ഹസൻ, KPCC വൈസ് പ്രസിഡന്റ് PK ഗോപി, SNDP യോഗം നേതാവ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം MT രമേശ്, ഇതെന്ത് സാഹചര്യമാണിത്? കൊല്ലത്ത് നടക്കുന്നത് SNDPയുടെ ഒരു പരിപാടിയാണ്. അതിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതും മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞതും അവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വിശദീകരിക്കേണ്ടത് SNDP യോഗത്തിൻ്റെ നേതൃത്വമാണ്. തികച്ചും സ്വകാര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യാവകാശം അവർക്കാണ്, അതിൻ്റെ സംഘാടകന്മാരെന്നുള്ള. പക്ഷേ ആർ ശങ്കർ KPCC പ്രസിഡന്റായിരുന്നു, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു ആളുടെ പ്രതിമാനാച്ഛാദനം പ്രധാനമന്ത്രി നടത്തുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടും അദ്ദേഹത്തോട് വരണ്ട എന്ന് പറയുന്നത് എന്തൊരു അനൗചിത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് അതിൻ്റെ സംഘാടകരായിട്ടുള്ള SNDP യോഗത്തിൻ്റെ നേതൃത്വമാണ്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ പ്രേരിപ്പിച്ചത്? ഇതിൽ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമൊന്നുമില്ല, കാരണം അതൊരു ഗവൺമെൻറ് പ്രോഗ്രാമല്ല. അത് SNDP യോഗം നടത്തുന്ന സ്വകാര്യമായിട്ടുള്ള അവരുടെ പരിപാടിയാണ്. ആർ ശങ്കർ മുൻ മുഖ്യമന്ത്രിയാണെങ്കിലും കോൺഗ്രസ് നേതാവാണെങ്കിലും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് SNDP യോഗം നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിക്ക് അവർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. പുതിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ MM ഹസൻ, ഇതിൽ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമില്ല എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ആവർത്തിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു. ആരാണ് പിന്നിൽ? അത് പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് SNDPയുടെ ഈ ചടങ്ങിന് ക്ഷണിച്ച വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി ഇപ്പൊ SNDPയുടെ സെക്രട്ടറി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ കുറച്ചു കാലമായിട്ട് വെള്ളാപ്പള്ളി RSSന്റെയും BJPയുടെയും ഒരു ഭൃത്യനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരാണ്, എവിടെ നിന്നാണ് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഏതോ ഒരു ചാനലിൽ കണ്ടുവന്ന് എന്നോട് ആരോ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് എന്നൊരു സംശയം. അതല്ല RSSും BJPയും വിലക്കിയത് കൊണ്ടാണ് എന്ന് മറ്റൊരു സംശയം. ഏതായാലും ഇതിന്റെ പിന്നിൽ ചില കേന്ദ്രങ്ങളുണ്ടെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ യജമാനന്മാർ തന്നെയാണ്, അത് RSSും BJPയും അതുപോലുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ആ സംശയം ദൂരീകരിക്കേണ്ടത് വെള്ളാപ്പള്ളിയുടെ ചുമതലയാണ്. അദ്ദേഹം തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അതെന്താണെന്ന് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഊഹിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതാദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുന്നത്. അങ്ങനെ കേസെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ SNDP യോഗം നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അതാകാനല്ലേ സാധ്യത? അല്ല, അത് ഒരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം നടത്തിയത് ഈ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളും വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന പ്രവർത്തനവും നടത്തുമ്പോൾ ഏത് ഗവൺമെന്റിനും, അതിപ്പോ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അല്ല, കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിലിരുന്നാലും അവർക്ക് തീർച്ചയായിട്ടും അതിന് കേസെടുക്കേണ്ടി വരും. അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയട്ടെ. ഇതിപ്പോ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPCCയുടെ പ്രസിഡന്റായിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയെ വിളിച്ചത് BJP നേതാവ് എന്നുള്ള നിലയ്ക്കല്ലല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കല്ലേ. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് പിന്നീട് വരേണ്ട, ഇതിപ്പോ ആദ്യത്തെ സംഭവമാണ്.
തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? ഒരു വെള്ളാപ്പള്ളി നടേശന് എങ്ങനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഇടപെടാൻ കഴിയുന്നു? പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങ് കേരളത്തിൽ അത്രേ കാര്യമുള്ളൂ. നമ്മൾ ആ രീതിയിൽ കണ്ടാൽ പോരെ. തുടരുക. എം വി ഗോവിന്ദ മാസ്റ്റർ. ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ, പ്രധാനമന്ത്രി ഏതാണ്ട് 2 ദിവസത്തോളം കേരളത്തിലുണ്ട്. ഇതാദ്യമായിട്ടാണ് NDA സർക്കാർ അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. പക്ഷേ വിമാനത്താവളത്തിൽ വെച്ച് 5 മിനിറ്റ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പരിപാടിയിൽ ഒപ്പമുണ്ട്, ആ പരിപാടിയിൽ വരണ്ട എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറിയും പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതെന്തുകൊണ്ട്? അല്ല, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണേണ്ടതുണ്ട്, കാണാൻ സമയം വേണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം 5 മിനിറ്റ് സമയം ട്രെയിൻ കയറാൻ പോകുമ്പോൾ ആ ഗേറ്റിന്റെ അടുത്ത് നിർത്തിയിട്ട് ഇപ്പുറത്ത് സംസാരിക്കാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് തന്നെ ഒരു അപമാനമാണ്. ആ അപമാനിക്കുന്നതിനെതിരായിട്ട് കോൺഗ്രസിനോ UDF-നോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർ തന്നെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുക. കൊല്ലത്ത് ആർ ശങ്കർ എന്ന് പറയുന്നത് കേവലമായിട്ടൊരു SNDP വക്താവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെ അവർ വിളിക്കുന്നു. അമിത്ഷായും അതുപോലെ തന്നെ ശരി, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇവിടെ ശ്രീ MG രമേശ്, ശിവഗിരിയിൽ BJP നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് BJP നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ SNDP യോഗത്തിൻ്റെ ആർ ശങ്കർ അനുസ്മരണത്തിലും മുഖ്യമന്ത്രിയെ ക്ഷണിക്കേണ്ടതില്ല. അല്ല, അങ്ങനെ BJPയുടെ തലയിലേക്ക് ഇത് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശിവഗിരിയിൽ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. ആഗസ്റ്റ് മാസത്തിൽ തന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന് ചോദിച്ചുകൊണ്ട് ശിവഗിരി മഠം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്തൊക്കെ ഡോക്യുമെൻ്റാണ്. അതില്ല എന്നിപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ ഡിസംബർ മാസം അവസാനം ഡിസംബർ 30-നോ 31-നോ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ പറഞ്ഞിരുന്നു, ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സമയത്ത് ഡിസംബർ ആദ്യ വാരമോ 2ാമത്തെ വാരമോ വരും, ആ സമയത്ത് ശിവഗിരിയിൽ പോകാമെന്ന് അദ്ദേഹം സമ്മതിച്ചതാണ്. ആ സമ്മതിച്ച അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ശിവഗിരിയിലേക്ക് പോകുന്നത്. ശിവഗിരിയിൽ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് അത് കേവലം ഒരു സാങ്കേതികത്വം മാത്രമാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, അന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. പിന്നെ ശിവഗിരിയിൽ BJP നേതാക്കന്മാരെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും BJP നേതാക്കന്മാരെ ക്ഷണിക്കാറില്ല. കഴിഞ്ഞ വർഷം ക്ഷണിച്ചിരുന്നു, കഴിഞ്ഞ വർഷം ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ശിവഗിരി മഠത്തിന് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നമുക്കറിയാം, അതിൻ്റെ പേരിലായിരിക്കും വിളിക്കാതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് കേരള തൊഗാഡിയ എന്നാണല്ലോ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ VM സുധീരനൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് കേരള തൊഗാഡിയുടെ കൂടെ ഇങ്ങനെ വേദി പങ്കിടാൻ ഉമ്മൻചാണ്ടി ബുദ്ധിമുട്ടുന്നത്? അദ്ദേഹം പറയുന്നു കേരള തൊഗാഡിയുടെ വേദി പങ്കിടാൻ വേണ്ടി ഉമ്മൻചാണ്ടി ആഗ്രഹിച്ച് അവിടെ ചെല്ലുകയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ തന്നെ ക്ഷണിച്ചതുകൊണ്ട് മുഖ്യമന്ത്രി പോവുകയാണ് അവിടെ.
അല്ല, അതേ സംഘാടകരാണ് അദ്ദേഹം പങ്കെടുക്കേണ്ടതില്ല. പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുക്കരുത്. അവിടെ വന്നിട്ട് തിരിച്ചയക്കുകയല്ലല്ലോ ചെയ്തിട്ടത്. നിൽക്കൂ, നമ്മളിപ്പോൾ വീണ്ടും വർക്കലയിലേക്ക് തിരികെ പോകാം. വർക്കലയിൽ സോണിയാഗാന്ധി മുതൽ ഇങ്ങോട്ട് എല്ലാ നേതാക്കളെയും വിളിച്ചിരിക്കുന്നു, BJPയുടെ നേതാക്കളെ മാത്രം വിളിക്കുന്നില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മനോവേദന ഉണ്ടാക്കുന്ന കാര്യമാണോ? കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിരുന്നല്ലോ. ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം 6 or 7 കേന്ദ്രമന്ത്രിമാർ ക്ഷണിച്ചിരുന്നു, അവരെല്ലാവരും പങ്കെടുത്തിരുന്നു. ഈ പ്രാവശ്യം അവർ ശ്രമിച്ചത് പ്രധാനമന്ത്രിയെ കിട്ടാനാണ്. അവർ തന്നെയാണല്ലോ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. അവർക്ക് BJPയുടെ ആരെയും അങ്ങോട്ട് പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്തിനാണ് ശിവഗിരി മഠം പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്? അല്ല, പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു, പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കുന്നില്ല. BJP നേതാക്കൾ ആ കാര്യത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ശിവഗിരി മഠത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇപ്രാവശ്യത്തെ ചടങ്ങിൽ BJP നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി വരേണ്ടതില്ല എന്ന നിലയിൽ ആസൂത്രണം ചെയ്തതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ശിവഗിരി മഠത്തിലെ സ്വാമിമാരോടല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രിയോട് എന്താ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം? ശിവഗിരി മഠത്തിൻ്റെ പരിപാടി തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയല്ലല്ലോ. ശിവഗിരി മഠവുമായിട്ടുള്ള പ്രശ്നമാണ് എങ്കിൽ ശിവഗിരി മഠത്തിലെ സ്വാമികൾ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂട്ടിക്കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ശിവഗിരി മഠത്തിൽ സംഭവിച്ചത് വേറെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വം, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ SNDP യോഗത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതായിരിക്കാം അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക. SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു, ചീത്ത പറയുന്നു. അതിലവർ പ്രകോപിതരായിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയും 7 മന്ത്രിമാരും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി ദീർഘനേരം സംസാരിച്ചതാണല്ലോ. സംസാരിച്ചതല്ലേ? അവിടെ ചെന്ന് സംസാരിക്കുന്ന പോലെയാണോ? സാധാരണഗതിയിൽ ഇവിടെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിമാരോ വന്നാൽ ക്യാബിനറ്റിലും നിയമസഭയിലും അറ്റൻഡ് ചെയ്യുന്നത് ഒരു രീതിയാണ്. അതിന് റിക്വസ്റ്റ് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വരുമ്പോൾ കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങൾക്ക് കാണണമെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാമായിരുന്നല്ലോ. റിക്വസ്റ്റ് കൊടുത്തു. അപ്പോഴാണ് ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് 5 മിനിറ്റ് കാണാമെന്ന് നടന്നു പോകുമ്പോൾ. അല്ല നികേഷ്, ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം വരുന്ന സമയത്ത് 14, 15 തീയതികൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു നേരത്തെ അറിയാം. ആ സമയത്തൊന്നും ഇൻവിറ്റേഷൻ പോയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ 4 ദിവസം മുമ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് ഇവിടെ സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ആദ്യഘട്ട ചർച്ചയ്ക്ക് പോകുമ്പോൾ പറഞ്ഞതും ആർ ശങ്കറിൻ്റെതായിരുന്നു. 2ാം ഘട്ട ചർച്ചയിൽ ഇങ്ങനെയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു പോകുമ്പോഴും ആർ ശങ്കറിൻ്റെ പ്രതിമയായിരുന്നു. ഇത് തീർത്തും രാഷ്ട്രീയമായ ഒരു സന്ദർശനമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ പോയി തലയിടാൻ മുഖ്യമന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ലേ? നികേഷ്, ഇതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായ സമ്മേളനമായി മാറുന്നത്? ആർ ശങ്കർ എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് പിന്നോക്ക വിഭാഗങ്ങളെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞ മഹാനായ പ്രതിഭാശാലിയായ നേതാവാണ് ആർ ശങ്കർ. ആർ ശങ്കറിന്റെ പ്രതിമ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ എന്താ സ്ഥാപിത താല്പര്യത്തിന്റെ, കള്ളക്കച്ചവടത്തിന്റെ, കുടുംബാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതിന് സംശയമുണ്ടോ? അതിന് ആരാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്? സംഘപരിവാറും MD രമേശിന്റെ പാർട്ടിയുമല്ലേ? അത് ജനങ്ങൾക്ക് ഇതറിയില്ലേ? എത്ര നിങ്ങൾ ഒളിച്ചു വെച്ചാലും എത്ര മറവെച്ചാലും ഇത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സാമൂഹിക സാംസ്കാരിക പരിപാടിയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരിക്കുക? എവിടെയാണ്? അത് ക്ഷണിച്ചു വരുത്തുക, അതിന്റെ ഇൻവിറ്റേഷൻ താഴോട്ട് വിതരണം ചെയ്യുക, അതിനുശേഷം വരരുത് എന്ന് അഭ്യർത്ഥിക്കുക. ഇതെന്തൊരു നിലപാടാണ്? നെറികെട്ട നിലപാടല്ലേ? വൃത്തികെട്ട ഇത്രയും മ്ലേച്ഛകരമായി ഒരു SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കുടുംബാധിപത്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൂട്ടുകെട്ടിന്റെ പേരിൽ ഇങ്ങനെ പ്രവർത്തിക്കാമോ? ഇക്കാര്യത്തിൽ രമേശ് അതിന്റെ എല്ലാ ഭാഗങ്ങളും വിടുക. പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ ഉത്തരവാദിത്തം, ഇപ്പോൾ നമ്മുടെ ഒരു പരിപാടിക്ക്, ഇപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുക,
പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഐറ്റിനറി നിശ്ചയിക്കുന്നത്. ആരൊക്കെ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ ആരൊക്കെ അധ്യക്ഷ പ്രസംഗം. ശരിയാണ്, നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുമെങ്കിൽ പോലും അതല്ല MP ആണ് വേണ്ടത്, അല്ലെങ്കിൽ MLA ആണ് വേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് വേണ്ടത് എന്നെ സംബന്ധിച്ച് കൃത്യത വരുത്തുന്നത് പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി കൃത്യത വരുത്തിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ലിസ്റ്റ് അടിച്ചിറക്കിയിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാണാതെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ലിസ്റ്റ് ചേർക്കാൻ കഴിയില്ല. അവിടെ കയറി വെള്ളാപ്പള്ളി നടേശൻ ഇടപെടുന്നത് മര്യാദകളല്ലേ ഏറ്റവും കുറഞ്ഞത്? അല്ല, അത് അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആകെ ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. ആ ലിസ്റ്റിൽ മാറ്റം വരുത്താൻ സംഘാടകന്മാർക്ക് അവസരമുണ്ട്. ഇപ്പോൾ നാളെ BJPയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. തൃശ്ശൂരിൽ ആരൊക്കെ പ്രസംഗിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക? BJPയിൽ തീരുമാനിക്കുക. BJPയുടെ സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കുക. ഞാൻ പറയട്ടെ, ഇവിടെ ഇത് ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദനമാണ്. BJPയുടെ പരിപാടിയെക്കുറിച്ചല്ല പറയുന്നത്. ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദനത്തിൽ പ്രധാനമന്ത്രി നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നോക്കുമ്പോൾ, ശരി, തുഷാർ വെള്ളാപ്പള്ളി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി, ശ്രീനാരായണ ട്രസ്റ്റ് ഉണ്ട്, ശരി, സമ്മതിച്ചു. ഉമ്മൻചാണ്ടി അധ്യക്ഷനായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കീനോട്ട് അഡ്രസ്സ് ഉണ്ട്, സമ്മതിച്ചു. അവിടെ പിന്നീട് അങ്ങോട്ട് ആരൊക്കെയാണ്? NK പ്രേമേന്ദ്രൻ MP, PK ഗുരുദാസൻ MLA തുടങ്ങി അവിടെ പ്രതിനിധീകരിക്കപ്പെടേണ്ട എല്ലാ ജനപ്രതിനിധികളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പ്രധാനമന്ത്രി പറയുന്നു ഓക്കെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം വ്യക്തിവിദ്വേഷത്തിൻ്റെ പുറത്ത്, രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ പേര് നീക്കം ചെയ്യുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ വിരോധമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് അംഗീകരിച്ചത്. ഇല്ലെങ്കിൽ അപ്പം തന്നെ വിട്ടുമായിരുന്നല്ലോ, പ്രോഗ്രാം ലിസ്റ്റിൽ വരില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ, ഗവൺമെൻറ് പ്രോഗ്രാം ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ അതിൻ്റെ സംഘാടകന്മാർക്ക് അവസരമുണ്ട്. മാറ്റം വരുത്തൽ വിരോധമൊന്നുമില്ല, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള അവകാശമാണ്. ആ അവകാശത്തെ നമ്മൾ കൈവെക്കേണ്ട കാര്യം സംഘാടകരുടെ അവകാശമാണ്. പിന്നെ ഈ നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, സമ്മതിച്ചു. നരേന്ദ്രമോദി നേരത്തെയും കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന സമയത്തല്ലേ ശിവഗിരിയിൽ വന്നത്? ശിവഗിരിയിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ഇവരെല്ലാവരും ബഹിഷ്കരിച്ചു പോവുകയല്ലേ ചെയ്തത്? അത് സാധിക്കും. കാരണം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാനുള്ള അവകാശം രാഷ്ട്രീയമായി കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പ്രധാനമന്ത്രി വരുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എന്ന അനിവാര്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്വാഭാവികതയെക്കുറിച്ചോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം ഈ ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നതിന് മുമ്പേ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ സ്വീകരിക്കുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയോട് ഇത്ര സ്നേഹം മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കണ്ടേ? അല്ല, അവിടെയല്ലേ പ്രോട്ടോകോൾ. ജയശങ്കർ കഴക്കൂട്ടത്ത് ഓർമ്മയുണ്ടല്ലോ, MLAയുടെ പേരിന് മുകളിൽ V മുരളീധരൻ്റെ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേരടിച്ചതാണ്. അന്ന് അതൊന്നും കുഴപ്പമില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ നിലയിൽ അവർക്ക് പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. ഇനി അഥവാ പ്രധാനമന്ത്രി ഈ നിലയിൽ ഇടപെടുന്നില്ല എങ്കിൽ ഈ മുഖ്യമന്ത്രി വീണ്ടും പോയി ടെക്നിക്കൽ ഏരിയയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുക എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയായ നിലയിലുള്ളതാണോ? അല്ല, ഇതൊക്കെ നികേഷ് എല്ലാവരും കാലാകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വലിയ ധാർമ്മിക രോഷം പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട KC ജോസഫിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ ലോക മലയാള സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ പരിസ്ഥിതി സമ്മേളനത്തിന് പ്രധാന പ്രഭാഷണം നടത്തേണ്ടത് സുഗതകുമാരി ടീച്ചറായിരുന്നു. ടീച്ചറുടെ പേര് PJ കുര്യന് പഥ്യമല്ലാത്തതുകൊണ്ട് അത് മാറ്റി G കാർത്തികേയനെ വെച്ച് പ്രചാരണം നടത്തി ഓർക്കണ്ടോ? ആ പരിപാടി അവസാനം കാർത്തികേയൻ ക്ഷുഭിതനായി ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. ആ സമ്മേളനം തന്നെ റദ്ദാക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കാർന്നോന്മാർ പറഞ്ഞ് വെറുതെ അല്ല. അന്ന് KC ജോസഫ് സുഗതകുമാരിയെ അവഹേളിച്ചു. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചു. ഇതൊക്കെ കൊടുക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഈ സ്വയംകൃതാർത്ഥമാണ് നികേഷ്. ഇതൊക്കെ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, ഇക്കാര്യത്തിൽ സർക്കാരിന് കുറച്ചുകൂടി നട്ടലുള്ള തീരുമാനമെടുക്കാൻ കഴിയുമോ? ഞങ്ങളെ എല്ലാ പരിപാടികളിൽ നിന്നും പ്രധാനമന്ത്രി ഒഴിവാക്കുന്നു എന്ന് തോന്നൽ. വെള്ളാപ്പള്ളി നടേശൻ തന്നെ നേരിട്ട് മുഖ്യമന്ത്രി വരണ്ട എന്ന് ടെലിഫോണിൽ വിളിച്ചു പറയുന്നു. ഇതിൽ സന്ദേശം കൃത്യമല്ലേ? നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് പൂർണ്ണമായും എന്നുള്ളത്. ആ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയുള്ള സമീപനം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും സർക്കാരും സ്വീകരിക്കേണ്ടതല്ലേ? ഇവിടെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിൽ വരികയാണ്. ഈ ഗവൺമെൻറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്.
വളരെ കാലത്തിന് ശേഷം രാഷ്ട്രീയമായ മാറ്റം നൽകിക്കൊണ്ട് NDA സർക്കാർ അധികാരത്തിൽ വരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു സർക്കാർ കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു. ആദ്യമായിട്ടാണല്ലോ കേരളത്തിൽ വരുന്നു. 1.5 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണല്ലോ കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ കേരളത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പല നേതാക്കന്മാരും അവരുടെ പ്രസ്താവനകളിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അത് സംസാരിക്കാൻ നേരത്തെ ശ്രീ MT രമേശ് പറഞ്ഞതുപോലെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് വന്നൂടെ എന്ന് പറയുന്നത് പോലെ അല്ല. ശരിക്കും കേരളത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധയൂന്നാനും കഴിയുക. ആ നിലയിൽ ഇവിടെ വരുമ്പോൾ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അസംബ്ലിയിൽ പ്രസംഗിക്കുക തുടങ്ങിയ വലിയ പ്രതീകാത്മക കാര്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യും എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ടെക്നിക്കൽ ഏരിയയിൽ വന്നോളൂ എന്ന് പറയുന്നത്. ടെക്നിക്കൽ ഏരിയയിൽ വന്നോളൂ എന്ന് പറയുമ്പോൾ നടന്നു പോകുമ്പോൾ കൈ കൊടുക്കാനുള്ള അവസരത്തിന് വേണ്ടി മാത്രമായി. അത് പ്രധാനമന്ത്രിയുടെ സമീപനം. വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപനമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരികയേ വേണ്ട, വരാതെ സഹകരിക്കണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സന്ദേശം വ്യക്തമാകുമ്പോൾ അതിനോടനുസരിച്ച് പ്രതികരിക്കുകയായിരുന്നില്ലേ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ചെയ്യേണ്ടത്? അല്ല, അത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർക്ക് നരേന്ദ്രമോദിയെ നിയമസഭയിൽ വിളിച്ച് പ്രസംഗിപ്പിക്കണമായിരുന്നെങ്കിൽ അതിനുള്ള അവസരം ചോദിക്കണമായിരുന്നു. ഇനി ക്യാബിനറ്റ് അറ്റൻഡ് ചെയ്യണമായിരുന്നെങ്കിൽ അത് ചെയ്യണമായിരുന്നു. മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ ക്യാബിനറ്റിൽ പ്രധാനമന്ത്രി എങ്ങനെ പങ്കെടുക്കുക? ഇദ്ദേഹം ത്രിപുരയിൽ CPM ആണ് ഭരിക്കുന്നത്. അവിടെ നിയമസഭയിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഈ പ്രധാനമന്ത്രി. അത് ഇവർ ചോദിച്ചോ? അല്ല, ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരവസരവും പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ പ്രോഗ്രാം വരുന്നവരെ ഇവർ അതിനെക്കുറിച്ച് കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനോട് അല്ല ഈ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന് ഒന്നാമത് പോയപ്പോഴും രണ്ടാമത് പോയപ്പോഴുമാണ് ആദ്യം ഡിസംബർ സമയത്ത് വരാം എന്ന് നിർദ്ദേശം പറയുന്നു. രണ്ടാമത് പോയപ്പോഴാണ് ഡിസംബർ അതിൻ്റെ തീയതിയിലേക്ക് നിശ്ചയിച്ചത്. പിന്നീട് തീയതിയൊക്കെ അറിഞ്ഞപ്പോഴായിരിക്കും സ്വാഭാവികമായി മുഖ്യമന്ത്രിയെ ഡേറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാനുള്ള അവസരം ചോദിക്കുക. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിന് ഡേറ്റ് കൺഫേം ചെയ്താൽ സംഘാടകന്മാരെ അറിയിക്കുന്നതോടൊപ്പം ആദ്യം അറിയിക്കുക ചീഫ് സെക്രട്ടറിയാണ്. അതാണ് ഇതിൻ്റെ പ്രോട്ടോകോൾ. ചീഫ് സെക്രട്ടറിയാണ് ആദ്യം. ഞങ്ങളോടൊപ്പം തന്നെ BJP സംസ്ഥാന ഘടകത്തോടൊപ്പം തന്നെ 1 മിനിറ്റ് പോലും വൈകാതെ ചീഫ് സെക്രട്ടറി അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ 14-15 തീയതികൾ ഇവിടെയുണ്ട് എന്ന് ഡിസംബർ മാസം നേരത്തെ, അതായത് നവംബർ മാസം അവസാനം അറിയാം. നവംബർ മാസം അവസാനം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഡിസംബർ 11 പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ മാസം അവസാനം മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ വിവരങ്ങൾ അറിയിച്ചപ്പോഴാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് കാണണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അന്നേരം ഉന്നയിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഫൈനൽ പ്രോഗ്രാം വന്നതിന് ശേഷമാണ് ഇവരതിനെക്കുറിച്ച് പറയുന്നത്. അതും പത്രത്തിൽ കണ്ട അറിവേ നമുക്കുള്ളൂ. ഇവർ ഒഫീഷ്യലായിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. പത്രത്തെങ്കിലും വാർത്തയുണ്ടായിരുന്നു. അതല്ലാതെ പ്രധാനമന്ത്രിക്ക്, എന്നാൽ മുഖ്യമന്ത്രി പറയട്ടെ, പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം വന്നതിന് ശേഷം ഞങ്ങൾക്ക് കാണണം, മന്ത്രിസഭാംഗങ്ങൾക്ക് കാണണം എന്ന് റിക്വസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം 101% പ്രധാനമന്ത്രി സമ്മതിക്കുമായിരുന്നു. ഒരുപക്ഷെ താങ്കളായിരിക്കില്ല അക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറയേണ്ടത്. പക്ഷേ ഈ നിലയിൽ ഒരു അലംഭാവം നിങ്ങൾ കാണിച്ചു എന്ന ആക്ഷേപം സംസ്ഥാന BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതെങ്ങനെയാണ് നികേഷ് അങ്ങനെ അലംഭാവം? കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റിയത് അറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലേ? കാരണം നമ്മുടെ രാജ്യം പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്ന തീയതി ചീഫ് സെക്രട്ടറിയെ സംഘാടകരെ അറിയിക്കുന്നതിനൊപ്പം തന്നെ അറിയിക്കുമെന്നാണ് ശ്രീ MT രമേശ് പറയുന്നത്. അതാണ് ശരിയും. ആ സമയത്ത് ഞങ്ങൾ മന്ത്രിമാർക്കെല്ലാം കാണണം, കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം, കേരളത്തിൻ്റെ പരാധീനകൾ അങ്ങേ അറിയിക്കണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഈ SNDP യോഗത്തിന്റെ ആർശങ്കർ പ്രതിമ അനാച്ഛാദനം മാറ്റി നിർത്തുക. കേരളത്തിന്റെ പ്രശ്നങ്ങൾ അറിയിക്കാൻ നിങ്ങൾ തൽപരരായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി അതിന് തയ്യാറാകുമായിരുന്നു എന്നാണ് BJP പറയുന്നത്. തീർച്ചയായും ഈ പ്രോഗ്രാം വന്നതിന് ശേഷം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി വളരെ വിശദമായി ചർച്ച നടത്തി തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതിന് ശേഷം ഇന്ന് മാത്രമാണ് ഈ ഒരു മാറ്റമുണ്ടാകുന്നത്. ഇതൊരു ഗൂഢാലോചനയല്ലേ? അല്ലെ? അങ്ങനെയാണോ? ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യണം എന്ന തരത്തിലേക്ക് വന്നാലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ച നിങ്ങൾ ബഹുമാനപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാം മിനിറ്റിന് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഒരു പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രോഗ്രാം അല്ലേ? അതെങ്ങനെ മിനിറ്റിന് മാറ്റുക?
എങ്ങനെയെങ്കിലും ചരിത്രമുണ്ടോ അങ്ങനെ മാറ്റിയത്? ഒന്നും മാറ്റണ്ട രമേശേ, പിന്നെ അതൊന്നും മാറ്റണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വരാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചു എന്നുള്ളത് ഇന്നും ലോകം അറിയല്ലേ? നേരത്തെ താങ്കൾ പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. പ്രധാനമന്ത്രിയെ കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയാണ്. കൃഷിമന്ത്രി കെ.പി. മോഹനാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലെ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ്. അത് സമ്മതിച്ചു. മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാങ്കേതികത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കൊച്ചി വിമാനത്താവളത്തിലെത്തുന്നു. തിരികെ പോകുമ്പോൾ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടന്നു. അപ്പൊ സാങ്കേതികമായി മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ നിർവഹിക്കേണ്ട എല്ലാ ദൗത്യവും നിർവഹിക്കുന്നു. എന്നിട്ട് പോലും ഇത്രയും വലിയൊരു മാനക്കേട് ഉണ്ടാക്കുന്ന സമീപനം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സങ്കുചിത രാഷ്ട്രീയക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിൽ പ്രധാനമന്ത്രി ഇടപെടുന്നില്ല. ഞാൻ അവിടെ വരണമെങ്കിൽ, ഇത് ഫെഡറലിസത്തിന്റെ നാടാണ്, ഞാൻ അവിടെ വരണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഉണ്ടാകണം, നേരത്തെ ഉണ്ടാക്കിയ പ്രോഗ്രാം അതുപോലെ പാലിക്കണം എന്ന് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനേക്കാളും വലിയ സങ്കുചിതത്വം നിങ്ങളുടെ പ്രധാനമന്ത്രി. സങ്കുചിതത്വമല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടിക്ക് ആരെ വേണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പതിവല്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടികൾ ആരൊക്കെ വേണം, ആരൊക്കെ പേര് വെട്ടണം, ആരൊക്കെ പേര് വെക്കണം എന്ന് തീരുമാനിക്കുന്ന സങ്കുചിത മനസ്സ് നരേന്ദ്രമോദിക്കോ BJPക്കോ ഇല്ല. അത് അവരുടെ അവകാശമാണ്. ആ അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കും, മാനിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രി തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടിട്ടുണ്ട്, ഇനിയും കാണാൻ തയ്യാറാണ്. അവസരം നേരത്തെ ചോദിച്ചിരുന്ന തയ്യാറായിരുന്നു. ഇവിടെ ടെക്നിക്കൽ ഏരിയയുടെ പ്രശ്നം വല്ലാതെ പറയുന്നുണ്ടല്ലോ എല്ലാവരും. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല. അദ്ദേഹം ശിവഗിരിയിൽ നിന്ന് നേരിട്ട് ശംഖുമുഖത്തേക്ക് പോയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ വഴിയില്ല, അവിടെ അല്ലാതെ വേറെ എവിടെ കാണാനാ? നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇതുകൂടി ഉൾപ്പെടുത്തുമായിരുന്നു. അതുണ്ടായിട്ടില്ലല്ലോ. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ, സാധാരണഗതിയിൽ ഇവിടെ പ്രധാനമന്ത്രിമാരോ രാഷ്ട്രപതിമാരോ ഒക്കെ വരുമ്പോഴുള്ള ഏക വാർത്ത എന്ന് പറയുന്നത് അവരുടെ പ്രസംഗം കഴിഞ്ഞാൽ അവർക്ക് റോഡിൽ വഴിതെറ്റി പോവുക, സുരക്ഷാ പാളിച്ചകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്കിൽ ഈ പ്രധാനമന്ത്രി ഇവിടെ വരാൻ തീരുമാനിച്ച അന്നു മുതൽ വിവാദമാണ്. ഒന്നാമത്തെ യാത്ര ആർ ശങ്കറിൻ്റെ പ്രതിമാനാച്ഛാദനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ വേണ്ടിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. വേറൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭ്യൂഹം പരന്നു. അതാണ് പിന്നീട് സത്യമായതും. പിന്നീട് രണ്ടാമത് ആ യാത്ര പോയപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഇത് ഞങ്ങൾ ആസൂത്രണം ചെയ്ത സന്ദർശനം തന്നെയാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും. ആദ്യ സന്ദർശനം പോയി ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. പിന്നീട് ഞങ്ങൾ BJPക്കാർ കൂടിയാലോചന നടത്തുകയും അങ്ങനെ രണ്ടാം സന്ദർശനം സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഇത് തീർത്തും രാഷ്ട്രീയമായിരുന്നു. മാത്രമല്ല ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ഈ ആർ ശങ്കറിൻ്റെ പ്രതിമയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അമിത്ഷായുടെ വീട്ടിൽ പോയി നടത്തിയ ചർച്ചയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റേത് അടക്കമുള്ള സംഘപരിവാർ നേതാക്കളായിരുന്നു പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ പുതുതായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അടിത്തറ പാകുക, അതിനപ്പുറത്തേക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന നിലയിൽ ഇതിനെ കണ്ടാൽ പോരെ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ടെക്നിക്കൽ ഏരിയ എന്നും അതുപോലെ തന്നെ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നും പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ മുഖ്യമന്ത്രി പോകുന്നുണ്ടോ എന്നുള്ളതും അത് കഴിഞ്ഞതിന് ശേഷം ക്യാബിനറ്റിലോ നിയമസഭയിലോ അറ്റൻഡ് ചെയ്യാനുള്ള പ്രധാനമന്ത്രി സന്നദ്ധത കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യമില്ല നികേഷ്, സത്യത്തിൽ ഇത് വളരെ രാഷ്ട്രീയമായിട്ടുള്ള സന്ദർശനമാണ്. ആർക്കാ സംശയമുള്ളത്? പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ യാതൊരു സാധ്യതയില്ല. സ്വകാര്യ പരിപാടിയാണ് SNDPയുടെ, സ്വകാര്യ പരിപാടിയാണ് തൃശ്ശൂരുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയമായിട്ടുള്ള സന്ദർശനമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നത് മുൻ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനല്ല, കേരളത്തിൽ ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടന ഉണ്ടാക്കിയ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനാണ്. ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അരുവിക്കരയിൽ ഈ ശിവന്റെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഇത് ഈഴവ ശിവനാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇത് ഹിന്ദു മഹാമണ്ഡലത്തിന്റെ സ്ഥാപകനായ ശങ്കറിന്റെ പ്രതിമയാണ്. ഇനിയിപ്പോൾ ഷുക്കൂറിനും പാർട്ടിക്കോ അത്ര വലിയ വിഷമമുണ്ടെങ്കിൽ അവർ KPCC പ്രസിഡന്റായിരുന്ന ഒരു ശങ്കറിന്റെ പ്രതിമ ഉണ്ടാക്കി ഇന്ദിരാഭവന്റെ മുമ്പിൽ വയ്ക്കുക, അതിന്റെ
ഉദ്ഘാടന അനാച്ഛാദന ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷണിച്ചതിന് ശേഷം ക്ഷണം പിൻവലിക്കുക. എന്തായാലും കുഴപ്പമില്ല. അതാണ് അതിൽ യുക്തമായിട്ടുള്ളൊരു തീരുമാനം. ഷുക്കൂർ, ഈ ആർ ശങ്കറിനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചപ്പോഴാണോ? എവിടെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ, കേരളത്തിൻ്റെ മുൻ KPCC പ്രസിഡന്റായ ആർ ശങ്കറിനെ കോൺഗ്രസ് ഓർത്തത്? ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാൻ 8 വർഷം ഇരുന്ന, ഞാനിപ്പോൾ 9ാം വർഷമാണ് DCC പ്രസിഡന്റ്. ആർ ശങ്കറിന്റെ സ്മാരകമായ കോൺഗ്രസ് ഓഫീസിലാണ് ഞാൻ പ്രവർത്തിച്ചത്. ഇത്രയും കാലം രാഷ്ട്രീയം പഠിച്ചത് അവിടെ നിന്നാണ്. കേരളത്തിൽ ഒരൊറ്റ ആർ ശങ്കർ സ്മാരകമേ ഉള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനം. അത് ആലപ്പുഴ DCC ഓഫീസാണ്. 40 ലക്ഷം രൂപയുടെ പ്രതിമയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കുന്ന ആർ ശങ്കർ ഭവന് 2.5 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കാണണം, ആർ ശങ്കർ റോഡ് ആലപ്പുഴയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തകരുടെ ആത്മാർത്ഥത, ഇപ്പോഴത്തെ പ്രവർത്തകർ, ഞങ്ങൾ ആ സ്മാരകത്തിൽ ഇരുന്നു കൊണ്ടാണ് രാഷ്ട്രീയം പഠിച്ചതും വളർന്നതും. അതുകൊണ്ട് ഞങ്ങളെ ആർ ശങ്കറിനെ കുറിച്ച് സ്നേഹം പഠിപ്പിക്കാൻ നിങ്ങൾ ആരും മുതിരണ്ട. ജയശങ്കർ വക്കീലിനെ പോലെ ഇത്തരം ആളുകൾ ഇങ്ങോട്ട് വരേണ്ട. അത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചാൽ മതി രാഷ്ട്രീയം, ആർ ശങ്കറിന്റെ രാഷ്ട്രീയം. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്താ പുന്നപ്ര വയലാർ സമരം നടന്നപ്പോൾ മരിച്ചു വീണ ഒരു സമൂഹം ഏത് സമൂഹമായിരുന്നെന്നും ആർ ശങ്കറാണ് അവിടെ എത്തി അത് പാടില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണത്. ഞങ്ങളതൊന്ന് പുന്നപ്ര വയലാറിന്റെ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് ഈ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ആർ ശങ്കർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന ആർ ശങ്കർ, ഇന്ന് ആർ ശങ്കറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം നടപടികൾ ചെയ്യുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോ ക്ഷുഭിതനായി. സ്വാഭാവികമാണ്, കാരണം DCC മന്ദിരം ആർ ശങ്കറിന്റെ പേരിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അല്ല, ഇവിടെ ഞാൻ വേറൊരു കാര്യം പറയാം. ആർ ശങ്കറിന്റെ ഈ പ്രതിമ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏത് സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ നാടായ ആലുവയിലും വന്നിരുന്നു. ആലുവ പറവൂർ ജംഗ്ഷനിലായിരുന്നു സ്വീകരണം. ആ സ്വീകരണത്തിന് മുൻകൈ എടുത്തത് I ഗ്രൂപ്പുകാരായിരുന്നുകൊണ്ട് ആലുവയിലെ A ഗ്രൂപ്പുകാർ ഇത് ബഹിഷ്കരിച്ചു. കേരളകൗമുദി പത്രത്തിൽ പിറ്റേ ദിവസം വന്ന വാർത്ത ശരിയാണെങ്കിൽ അതേ തുടർന്ന് SNDP യോഗം നേതാക്കൾ അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി അയച്ചു എന്നാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് സ്വീകരണം കൊടുക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ പോലും ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് ആലുവയിൽ നടന്ന കാര്യമാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. പിറ്റേ ദിവസം കേരള കൗമുദിയിൽ റിപ്പോർട്ട് വായിച്ചതാണ്. എന്തോ ഷുക്കൂറിന് പറയാനുണ്ട്. അല്ല, ജയശങ്കർ വക്കീലും MT രമേശും ഒക്കെ ആർ ശങ്കറിന്റെ ഒരു പ്രതിമ ഒരു ഫൗണ്ടേഷന്റെ പേരിൽ T ശരത്ചന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുകാർ അതിമനോഹരമായി സ്ഥാപിച്ച് സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് മറന്നുപോയോ ജയശങ്കർ വക്കീലെ? MT രമേശ് തിരുവനന്തപുരം പട്ടണത്തിൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ സ്ഥലത്താണ് ആർ ശങ്കറിന്റെ പ്രതിമ നിൽക്കുന്നത്. ഇപ്പോഴല്ലേ SNDP യോഗത്തിന് തോന്നുന്നത് കേരളത്തിന്റെ പാവപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉന്നതനായ നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ, KPCC പ്രസിഡന്റ്, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ആ പ്രതിമ സ്ഥാപിച്ചത് ഞങ്ങളാണ്. ശ്രീ MT രമേശ്, ഈ സാഹചര്യം ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നാണോ, അതോ ഒരു തിരുത്തലിന് വേണ്ടി BJP സംസ്ഥാന ഘടകം ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങളങ്ങനെ ഒരു നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇത് SNDPയുടെ പരിപാടിയാണ്. SNDPക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിർവഹിക്കുന്നു. ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ നിലയിൽ വിവാദമാകുന്നത് ഒഴിവാക്കേണ്ടത് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ കൂടി ചുമതലയല്ലേ? അല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിവാദമാക്കുന്നത് മറ്റു ചില താല്പര്യക്കാരാണ്. ഇതല്ലെങ്കിൽ വേറൊരു വിവാദം ഉണ്ടാകുമായിരുന്നു. ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മുഖ്യമന്ത്രി ആ പരിപാടിക്ക് വന്നിട്ട് ഇറക്കി വിട്ടു എന്നല്ലല്ലോ. മുഖ്യമന്ത്രിയോട് സംഘാടകരായിട്ടുള്ള ആളുകൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്കൊരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് അങ്ങ് പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുക. അത് വിവാദമാക്കുന്ന താല്പര്യമുള്ളവരാണ്. ഞങ്ങൾക്കത് വിവാദമാക്കണം താല്പര്യമില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോജനകരമാകുന്ന സന്ദർശനമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ
ഈ ഗവൺമെൻറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളൊരു പ്രധാനമന്ത്രി. സംസ്ഥാന ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണോ കേന്ദ്രത്തോട് പറഞ്ഞിട്ടുള്ളത് അത് വള്ളി പുള്ളിപ്പെടാതെ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. പി കെ ഗുരുദാസൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിലുണ്ട്. പി കെ ഗുരുദാസൻ, താങ്കൾ ഫെലിസിറ്റേഷൻസിൽ 2ാം പേരുകാരനാണ്. NK പ്രേമചന്ദ്രൻ MP കഴിഞ്ഞാൽ താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഏഷ്യാനെറ്റ് മറ്റൊരു ചാനലിൽ വിളിച്ചപ്പോൾ ഞാൻ നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കണ്ട എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി അതിന്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കേണ്ട തീരുമാനിച്ചതായിട്ട് പറഞ്ഞു. ഞാൻ TV കണ്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങില് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി, വിശിഷ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി പങ്കെടുക്കണ്ട എന്ന് ഒരു നിലപാട് സ്വീകരിച്ചത് ഒരു നിലയിലും ശരിയല്ല. മാത്രമല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുക്കണ്ട എന്ന് ആവശ്യപ്പെടുന്നത് ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ നിലയ്ക്ക് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കണ്ടെന്ന് തീരുമാനിച്ചത് നിശ്ചയമായിട്ടും അത് കേരളത്തിൽ അങ്ങേറ്റ അവമാനകരമാണ്. അത് ശരിയല്ലാത്ത നടപടിയാണ്. അല്ല, എന്നിട്ട് താങ്കൾ എന്തിനു പങ്കെടുക്കുന്നു? അങ്ങനെ ഒരു തെറ്റായ സമീപനമുള്ള ഒരു ചടങ്ങിൽ എന്തിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് വിശദമായിട്ട്? നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണ്? അല്ല, സ്റ്റേറ്റ്മെന്റ് കൊടുത്തോളൂ. അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കും? അല്ല, അതിന് ഉള്ളടക്കം പത്രത്തിലെല്ലാം വായിച്ചിട്ട് നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കും? ഏത് നിലയിലായിരിക്കും ആ പ്രസ്താവന വരിക? അതായത് ചടങ്ങിൽ നാളെ കൊടുക്കും. ഞാന് ഈ യഥാർത്ഥത്തില് ഈ TV കണ്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിട്ട് ഞാൻ TV കണ്ടില്ല. വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞെന്നുള്ള ന്യൂസ് ഞാൻ TV കണ്ടില്ല. ഇത് രണ്ടും കണ്ടതിന് ശേഷം നാളെ വിശദമായ സ്റ്റേറ്റ്മെന്റ്. CPM ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അത് തികഞ്ഞ ഞാൻ ഇപ്പൊ നിലപാട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നാളെ വിശദമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. നിലപാട് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് പറയുന്നതിന് എന്താണ്? സ്റ്റേറ്റ്മെന്റ് നാളെ കൊടുക്കും സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് ഒരു സംശയത്തിന്റെ വിഷയമില്ല. ഞാൻ നാളെ സ്റ്റേറ്റ്മെന്റ് വിശദമായിട്ട് കൊടുക്കും. അല്ല, സ്റ്റേറ്റ്മെന്റ് വിശദമായി കൊടുക്കും, ശരി, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകം തന്നെ CPM പറഞ്ഞിട്ടുള്ളത് വിലക്ക് കൽപ്പിക്കുമ്പോൾ പ്രതികരിക്കാനോ നമ്മളെ TV വാർത്ത ഞാൻ കണ്ടില്ലാന്ന്. ഞാനിതൊന്നും കണ്ടില്ല. ഞാൻ മുഴുവൻ സമയം യാത്രയിലായിരുന്നു. നയപരമായി ഈ പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുന്നതിനോട് അനുകൂല മനോഭാവമാണോ താങ്കൾക്ക്? അനുകൂല മനോഭാവം ഞാൻ തീരുമാനമെടുത്തിട്ട് ഞാൻ വിശദമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലല്ലോ, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വിശദമായ സ്റ്റേറ്റ്മെന്റ് നാളെ കൊടുക്കും. അദ്ദേഹം പങ്കെടുക്കാനിടയില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതേക്കുറിച്ച് നമ്മളില്ല. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി പറയുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ പ്രകാരവും പൊതുമര്യാദ അനുസരിച്ചും പങ്കെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. അതാണ് ഞാൻ നേരത്തെ ആവർത്തിച്ച് ചോദിക്കുന്നത്. ശ്രീ MT രമേശ്, ഒരു പ്രോട്ടോകോൾ ലംഘനം തൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം ജയശങ്കർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ G. കാർത്തികേയനെ ഒഴിവാക്കിയതാണ് പിൽക്കാലത്ത് തിരുത്തൽ വാദത്തിൻ്റെ ഒക്കെ കാരണം. ഇവിടെ ഓണാഘോഷ പരിപാടിയിൽ നിന്ന് K. കരുണാകരൻ ആ സമയത്ത് രാഷ്ട്രീയ വിരോധംകാരനായിരുന്നു. G. കാർത്തികേയൻ വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് വലിയ വാർത്തയായി. അതിൽ നിന്നൊരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തന്നെ രൂപപ്പെട്ടു. അങ്ങനെ ഒരു പരാതി സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ ആരാണോ മുഖ്യാതിഥിയായി വരുന്നത് അവരാണ് സാധാരണഗതിയിൽ തിരുത്തി കൊടുക്കാറ്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ഒരു പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന്. അവിടെ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫെഡറലിസത്തിന് അല്ലല്ല, അങ്ങനെ പ്രോട്ടോകോൾ ലംഘനം ഇല്ല. അതെങ്ങനെയാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള സ്ഥാനം കൊടുക്കുകയും ചെയ്യാതിരുന്നാൽ പ്രോട്ടോകോൾ ലംഘനമാണ്, തർക്കമില്ല. അല്ലാതെ ഒരു സംഘാടകന്മാർ മുഖ്യമന്ത്രിയോട് പറയുകയാണ് താങ്കൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോട്ടോകോൾ ലംഘനമാവുന്നത്? അത് സംഘാടകർ, കാരണം ഈ പരിപാടി നിശ്ചയിച്ചതിന് ശേഷമുള്ള സാഹചര്യം പറയുകയാണ്. SNDP യോഗം നടത്തുന്ന ഒരു പരിപാടി, നാഴികക്ക് 40 വട്ടം SNDP യോഗത്തെ തെറി പറയുന്ന ഒരാൾ ആ പരിപാടിക്ക് വേണ്ടെന്ന് അവർ തീരുമാനിക്കുന്നു. അത് സ്വാഭാവികമല്ലേ? അതവർക്ക് അവകാശമല്ലേ? നാളെ ഈ വേദിയിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്, സംസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയോട് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഇതാ ഇവിടെ ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന്. പ്രധാനമന്ത്രി അത് പരിഗണിക്കില്ല, പറഞ്ഞിട്ടില്ലല്ലോ. പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ പ്രകാരവും പൊതുമര്യാദ അനുസരിച്ചും പങ്കെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്.
അത് ഗവൺമെന്റ് പ്രോഗ്രാം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പറയുകയാണ്. ശ്രീ എം ടി രമേശ്, മുഖ്യമന്ത്രി പത്രക്കാരോടല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്, പത്രക്കുറിപ്പല്ലേ. പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി ബാധ്യതയാണ്. പറ്റില്ല, കാരണം പ്രോട്ടോകോൾ ലംഘനമില്ല. എന്റെ ചോദ്യം വളരെ വിനിമാണ്. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് SNDP യോഗത്തെ ആക്ഷേപിച്ച് നടക്കണം ഇവരെല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, എന്ത് ഉറപ്പാണുള്ളത് നാളെ ഉമ്മൻചാണ്ടി ആ പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശനെയും ഈ പരിപാടിയും SNDP യോഗത്തെയും ചീത്ത പറയില്ല എന്ന് ആർക്കും ഗ്യാരണ്ടി ഉണ്ടോ? തുടരുക, ചീത്ത പറയില്ല എന്ന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് എം ടി രമേശ് ചോദിക്കുമ്പോൾ ശ്രീ എ ഷുക്കൂർ, അവിടെ പ്രധാനമന്ത്രി ആർ ശങ്കറിൻ്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൺവേ ചെയ്യാനുള്ളത് ഇക്കഴിഞ്ഞ കുറേ കാലമായി BJP നേതൃത്വവും വെള്ളാപ്പള്ളി നടേശനും നടത്തുന്ന രാഷ്ട്രീയ ചർച്ചയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് അവിടെ വിളമ്പുക, പ്രസംഗിക്കുക. അവിടെ പോയി മുഖ്യമന്ത്രി ഇരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു എംബറാസ്മെൻ്റായി മാറും. അത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. നികേഷേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുസമൂഹത്തിൽ ചില മാധ്യമങ്ങളിൽ ചില രാഷ്ട്രീയം ഇവരെ പോലുള്ള CPM-ന്റെയും BJP-യുടെയും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ നിലവാരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞോ? നിങ്ങൾ മനസ്സിലാക്കണം. നിലവാരം ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന്റെ നിലവാരം താഴെ പോകാതെ വളരെ ബുദ്ധിപരമായി ആ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയും. ഒരു രാഷ്ട്രീയ വേദി രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയ ചർച്ച നടക്കുന്നിടത്ത് പറയാം. SNDP യോഗത്തിന്റെ ഒരു വേദിയിൽ ചെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഷ്ട്രീയം പറയും എന്നൊരു തരത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയും, അത് മഹാനായ ആർ ശങ്കറുടെ സ്മാരകം, അതായത് പ്രതിമ ഉദ്ഘാടനത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞു മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിലവാരമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ രാഷ്ട്രീയം പറയുമെന്നല്ല വിചാരിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി അവിടെ രാഷ്ട്രീയം പറയാനാണ് വരുന്നത്. അവിടെ മുഖ്യമന്ത്രി ചെന്ന് തലയിട്ട് കൊടുക്കണ്ട എന്നുള്ള സന്ദേശമാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് പ്രകാരം വെള്ളാപ്പള്ളി നടേശൻ ആ നിലയിൽ ഇടപെടേണ്ടി വന്നത്. നിൽക്കൂ, അതാണ് സംഭവിക്കുന്നത്. എനിക്ക് സമയ ചുരുക്കമുണ്ട്, ഞാനിത് അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ MP ഗോവിന്ദ മാസ്റ്റർ, MT രമേശ്, അഡ്വക്കേറ്റ് ജയശങ്കർ, A ഷുക്കൂർ, MM ഹസൻ, ഒപ്പം തന്നെ അല്പം മുമ്പ് സംസാരിച്ച ശ്രീ PK ഗുരുദാസ്.